സജീഷിത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിട്ടുണ്ട്. സ്ഥാനാർത്ഥിയെ ആവശ്യമുണ്ട്, ചിഹ്നം പ്രശ്നമല്ല എന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റ്. സ്ഥാനാർത്ഥിയെ നിർത്താൻ വൈകുന്നത് ട്രോളുകളായി തുടങ്ങുന്നു. വൈകുന്ന ഓരോ മണിക്കൂറും LDFനെ സംബന്ധിച്ച് തിരിച്ചടിയാകുമോ? തൃക്കാക്കരയിലേതുപോലെ, പുതുപ്പള്ളിയിലേതുപോലെ, പാലക്കാട്ടേതുപോലെ സ്ഥാനാർത്ഥിയെ ആദ്യം പ്രഖ്യാപിച്ച് ഒരു മുഴം മുൻപേ എത്തിയോ UDF? അരുൺ, സത്യത്തിൽ നമ്മൾ ഈ ചർച്ച തുടങ്ങുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വെച്ച് തുടങ്ങുക എന്ന് പറയുന്നത് തന്നെ ഒരു ശരിയായ രീതിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പക്വത കുറവാണ് അത്തരം പോസ്റ്റുകളിലൂടെയെല്ലാം വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയം പരസ്പരം ട്രോളലും തമാശയായി അവതരിപ്പിക്കലും അതിലൂടെ ഒരു പബ്ലിസിറ്റി നേടലുമാണ് എന്നൊക്കെ കരുതുന്ന അല്പത്തരത്തിൻ്റെ ഒരു പ്രതീകമായി അദ്ദേഹം മാറുമ്പോൾ അതിനൊന്നും അഭിപ്രായം പറയാൻ മറ്റുള്ളവർക്ക് സാധ്യമാവില്ല. പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങൾ പറയുകയും അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നിലപാടും അല്ലെങ്കിൽ ലീഡർഷിപ്പിലെ ആളുകൾ പരസ്പരം പറയുന്ന കാര്യങ്ങളും ഒക്കെ നമുക്ക് പരിശോധിക്കാം. അതൊക്കെ ഈ പറഞ്ഞ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവൊക്കെ വന്ന വഴിയും പൊളിറ്റിക്കൽ അനുഭവത്തിൻ്റെയും ഒക്കെ കുറവ് കൊണ്ട് പറഞ്ഞു പോകുന്ന ചില കാര്യങ്ങളാണ്. അതിലൂടെ നമ്മൾ ചർച്ച ആരംഭിക്കണമെന്നുള്ള അഭിപ്രായം എനിക്കില്ല. അതിനപ്പുറത്തേക്ക് ഈ തെരഞ്ഞെടുപ്പിനെ എന്നുള്ള രീതിയിൽ ആരംഭിക്കുന്നതായിരിക്കും നന്നാവുക. സ്ഥാനാർത്ഥിയെ ഒരു തരത്തിലും വൈകുന്ന സാഹചര്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം വരുന്നില്ല. CPM ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമെല്ലാം സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്ന രീതിയും അതിൻ്റെ ഓരോ ഘട്ടങ്ങളുമുണ്ട്. ആ ഘട്ടങ്ങളെല്ലാം പൂർത്തീകരിച്ച് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും. തെരഞ്ഞെടുപ്പിന് ഏറ്റവും പ്രധാനപ്പെട്ടത് സംഘടന സജ്ജമാവുക എന്നുള്ളതാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിന് സജ്ജമാണ്. നേരത്തെ തന്നെ കൃത്യമായ സംഘടന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും മുന്നൊരുക്കങ്ങളും നടത്തി സജ്ജമായി നിൽക്കുകയാണ്. സ്ഥാനാർത്ഥി വരുമ്പോൾ ആ സ്ഥാനാർത്ഥി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ആ സംഘടനയോടൊപ്പം ചേർന്ന് ആശയപരമായി ജനങ്ങളുടെ ഇടയിലേക്ക് മുന്നോട്ട് പോകും. ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട്. ഇതൊക്കെ ഏതെങ്കിലും രീതിയിൽ ഇതാണ് സ്ഥാനാർത്ഥിയെ ആദ്യം പ്രഖ്യാപിക്കുന്നത്. ഇതൊരു ഓട്ട മത്സരമൊന്നുമല്ല, ഇതൊരു രാഷ്ട്രീയ മത്സരമാണ്. ആ രാഷ്ട്രീയത്തിൽ ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ആശയങ്ങൾക്ക് മുൻതൂക്കമുണ്ട് ഇപ്പോൾ കേരള സമൂഹത്തിൽ എന്ന നല്ല ബോധ്യം ഞങ്ങൾക്കുണ്ട്. നോക്കൂ, പുതിയൊരു രാഷ്ട്രീയ സാഹചര്യം വന്നിരിക്കുന്നുവെന്നാണ് TP രാമകൃഷ്ണൻ LDF കൺവീനർ പറഞ്ഞിരിക്കുന്നത്. എന്താണ് ആ പുതിയ രാഷ്ട്രീയ സാഹചര്യം? PV അൻവർ ഉടക്കി നിൽക്കുന്നതാണെങ്കിൽ PV അൻവർ ഒരുപക്ഷെ 24 മണിക്കൂറിനുള്ളിൽ UDFിലേക്ക് മടങ്ങിപ്പോകും. UDFിലേക്ക് എടുത്തു എന്ന പ്രഖ്യാപനമുണ്ടാകും. അതോടുകൂടി PV അൻവർ പ്ലസ് ആര്യാടൻ ഷൗക്കത്ത് നിലമ്പൂരിലെ ഏറ്റവും വലിയ കോംബോയായിരിക്കും LDF നേരിടാൻ പോകുന്നത്. അരുൺ, അതിനൊന്നും ഞാനിപ്പോൾ മറുപടി പറയുന്നില്ല. കാരണം ദൈനംദിനം തൻ്റെ നിലപാടിലൂടെ ജനങ്ങളുടെ മുന്നിൽ മോശക്കാരനായി മാറാൻ വേണ്ടി അങ്ങേയറ്റം പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളെക്കുറിച്ചൊന്നും അഭിപ്രായം പറയാൻ ഞാനിപ്പോൾ ഈ വേദി ഉപയോഗിക്കണമെന്നൊന്നും കരുതുന്നില്ല. അപ്പോൾ താങ്കൾ പറഞ്ഞ പോലെയുള്ള കണക്കുകൂട്ടലൊന്നുമല്ല രാഷ്ട്രീയത്തിലെ കണക്കുകൂട്ടലെന്ന് പറയുന്നത്. ഒന്നും ചേർത്താൽ രണ്ടാവുകയല്ല, ചിലപ്പോൾ ആ ഒന്ന് തന്നെ ഇല്ലാതാകുന്ന സാഹചര്യത്തിലേക്ക് മാറും. അതാണ് പൊളിറ്റിക്സിൽ പലപ്പോഴും സംഭവിക്കുക. അങ്ങനെ ചേർത്ത് വെച്ചുകൊണ്ട് രണ്ടും ചേരുന്നതുകൊണ്ട് പ്രത്യേകിച്ച് പോസിറ്റീവായ ഒരു ഗുണമല്ല ഉണ്ടാവുക എന്ന് സാമാന്യമായി ചിന്തിക്കുന്ന ആളുകൾക്കെല്ലാം അറിയാം. അവരിപ്പോൾ അധികാരത്തിന് വേണ്ടി എന്തും കാണിക്കുകയാണ് എന്ന് ബോധ്യമാകുന്ന നിലയിലാണല്ലോ സംഭവവികാസങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന്, UDFൻ്റെ അകത്തും പുറത്തുമെല്ലാം പ്രശ്നമാണ്. ആ പ്രശ്നങ്ങൾ തീർക്കാൻ പോലും അവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അത് മറച്ചു വെക്കാൻ വേണ്ടി അവർ പല രീതിയിലുള്ള ഗിമ്മിക്കും കാണിക്കുകയും ഇങ്ങോട്ട് ആക്ഷേപങ്ങൾ ഉന്നയിക്കുകയും എല്ലാം ചെയ്യും. അതവരുടെ രീതി, ആ രീതി അവർ തുടരട്ടെ. പക്ഷേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ മുന്നിലേക്ക് നല്ല ആത്മവിശ്വാസത്തോടെ പോകാൻ ഒരു ഫാക്ടർ അല്ല. ഇടതുമുന്നണിയെ സംബന്ധിച്ച് സ്ഥാനാർത്ഥി ആദ്യം പ്രഖ്യാപിച്ചതും ഇടതുമുന്നണിക്ക് ആശങ്ക ഉണ്ടാക്കുന്നില്ല. ഡോക്ടർ അരുൺ, താങ്കൾ ഒരുപാട് തെരഞ്ഞെടുപ്പ് നല്ലവണ്ണം വിശകലനം നടത്തിയ ആളാണ് എന്ന് എനിക്കറിയാം. തെരഞ്ഞെടുപ്പിൽ ഒരു ദിവസം മുമ്പേ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതുകൊണ്ട് ആ സ്ഥാനാർത്ഥിയുടെ പേരിൽ തമ്മിലടി തീരാതെ നിൽക്കുന്ന സാഹചര്യം പോലും നിലനിൽക്കുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ. ഒരു ദിവസം മുമ്പ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതുകൊണ്ട് ഏതെങ്കിലും തെരഞ്ഞെടുപ്പിൽ പ്രത്യേകമായ നേട്ടം ആരെങ്കിലും കൈവരിച്ചതായി പറയാൻ കഴിയില്ല. പക്ഷേ പ്രവർത്തകർക്ക് ഊർജ്ജം കിട്ടും, ബൂത്ത് കമ്മിറ്റികളൊക്കെ സജീവമാവും, തെരഞ്ഞെടുപ്പ് കാര്യങ്ങൾ പോകും. അല്ല, ഞാൻ പറയാം, ഒറ്റ വാചകത്തിൽ
ഒരാശങ്കയില്ല. ഏറ്റവും പ്രധാനം തെരഞ്ഞെടുപ്പിലെ സംഘടനാ രംഗമാണ്, തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങളാണ്. ആ മുന്നൊരുക്ക പ്രവർത്തനങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വളരെ കൃത്യമാണ്, വ്യക്തമാണ്, മുന്നോട്ട് പോയിട്ടുണ്ട്. UDF മുന്നൊരുക്കം എന്ന് പറഞ്ഞാൽ തമ്മിൽ തല്ലാണ്. ആ തമ്മിൽ തല്ലാണ് UDF മുന്നോട്ട് പോയിട്ടുള്ളത്. Debate with Dr. Arun Kumar.